ഹലോ, ഞാനിന്ന് കുറച്ച് സന്തോഷമുള്ളൊരു കാര്യം പറയാനായിട്ടാണ് വന്നത്. ഈ സാറ്റർഡേ സൺഡേ ഒക്കെ ആകാനാകുമ്പോഴത്തേക്കിനും ഞാൻ എന്ത് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് പ്ലാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ബിക്കോസ് ഞാൻ പണ്ട് എഫേർട്ട്ലെസ്ലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ അങ്ങനെ വലുതായിട്ട് എൻജോയ് ചെയ്യാറില്ല. അപ്പം ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഒരു കൈൻഡ് ഓഫ് ഒരു പ്രഷറാണത്. എനിക്ക് തന്നെ കൊടുക്കുന്നൊരു പ്രശ്നമാണ്. ബിക്കോസ് സാറ്റർഡേ സൺഡേ ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഫ്രൈഡേ അല്ല ഒരു സൺഡേ നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഗിൽറ്റ് അടിക്കും. അപ്പോൾ അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇന്നലെ നൈറ്റൊക്കെ ആയിട്ട്, ഫ്രൈഡേ നൈറ്റൊക്കെ ആയിട്ടും എനിക്കൊരു ഒരു പിടിയില്ല എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച്. ഞാൻ ട്രിവാൻഡ്രം തന്നെയായിരുന്നു. അപ്പം രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാനൊരു ഒരു കുഞ്ഞ് സ്ക്രീൻഷോട്ട് കണ്ടു. ദി ഓറഞ്ച് റൂം എന്ന് പറഞ്ഞിട്ടൊരു NGO നടത്തുന്ന ഒരു ചെറിയൊരു മീറ്റപ്പ് നന്തൻകോട് വെച്ചിട്ട്. അപ്പം ആ സമയത്ത് ഞാൻ പെട്ടെന്നൊന്നും ചിന്തിച്ചില്ല. ഐ തോട്ട് ലൈക്ക് ഞാൻ അതിനകത്തൊരു QR കോഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേജ് കണ്ടുപിടിച്ച് ഞാൻ പോയി രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് എന്തെങ്കിലും ഒരു പ്ലാൻ സെറ്റായല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പോയി കിടന്നുറങ്ങിയ ഒരു സമാധാനത്തിൽ. പിറ്റേന്ന് രാവിലെ ഇന്ന് രാവിലെ 10:30 ഇവൻറ്റ്. അപ്പം രാവിലെ ആയപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ, എനർജി ഇല്ല, പോണോ വേണ്ടോ അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. അപ്പോൾ എന്നിട്ട് 9:30 തോന്നുന്നു, 9:30 ആയപ്പോഴാണ് ഞാൻ കൺഫേം ചെയ്യാൻ എന്തായാലും പോവാം എന്നുള്ള രീതിയിൽ കൺഫേം ചെയ്ത്. എന്നിട്ടൊരു 10 മണിയായിട്ടാണ് ഇറങ്ങിയത്. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. പക്ഷേ ഇറ്റ് വാസ് എ ബെസ്റ്റ് ഡിസിഷൻ മെയ്ഡ്. ഒരു സ്വീറ്റ് ഇവൻ്റ് ആയിരുന്നു അത്. ആഫ്റ്റർ എ ലോങ് ടൈം ഒരു റിഫ്രഷ്മെൻറ്റ് പോലെ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എ വെരി സ്വീറ്റ് ഇവൻറ്റ്. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കൂടുതലും എന്നെക്കാട്ടിലും ഭയങ്കര യങ്ങർ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. എൻ്റെ ഏജിൽ 1-2 പേരും ഉണ്ടായിരുന്നു. ഓർഗനൈസേഴ്സ് ഉൾപ്പെടെ എനിക്കൊന്ന് ഒരു 9-10 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എ വെരി സ്വീറ്റ്, ലൈക്ക് ഒരു 2025 ഒരു റിഫ്ലക്ഷൻ എന്നുള്ള രീതിയിലും, പിന്നെ 2026 എങ്ങനെ നമ്മൾ ലൈക്ക് സ്വീകരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കുഞ്ഞ് ഇവൻ്റ് ആയിരുന്നു. കൂടുതലും ലിസണിങ് ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പറയാനുള്ളതിനെ കുറിച്ച്. ഇറ്റ് ഈസ് ലൈക്ക് സോ ക്ലോസ് ടു ഹാർട്ട്. ആൻഡ് വൺ തിങ്, അതിനകത്തൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഒരു പേപ്പർ തരും, എന്നിട്ട് 30 സെക്കൻഡ്സ് തരും. നമുക്ക് ആ 30 സെക്കൻഡ്സിലായിട്ട് എന്തെങ്കിലും വരയ്ക്കാം. എന്നിട്ട് അടുത്ത ആളെ കൊടുക്കണം. ഇങ്ങനെ സർക്കിൾ ചെയ്ത് വരും, അവരെന്തെങ്കിലും വരയ്ക്കും. അതിനകത്ത് സർക്കിൾ ചെയ്ത് നമ്മുടെ ഇമേജ് നമ്മുടെ കയ്യിൽ തന്നെ വരും. ഓക്കെ, അപ്പം ഞാൻ അതിനകത്ത് വരച്ചത് നിലൂനെ മനസ്സിൽ വിചാരിച്ച് കുഞ്ഞൊരു ഈ ഒരു സാധനമാണ് ഞാൻ വരച്ചത്. ഈ ഒരു കുഞ്ഞിനെയാണ് ഞാൻ വരച്ചത്. ഓക്കെ, ഞാൻ വരയ്ക്കുന്ന ഒരാളല്ല. സോ അത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നോക്കി നിലുവിനെ മനസ്സിൽ വിചാരിച്ചാണ് ഞാൻ വരച്ചത്. സോ നിലു ഊഞ്ഞാലിലിരിക്കുന്നു. സോ നിലുവിന് ഊഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ആ ഒരു ചിരിച്ച മൂക്കവും ആ ഊഞ്ഞാലിലിരിക്കുന്നത് വാസ് കൈൻഡ് ഓഫ് ലൈക്ക് ഹാർട്ട് ടച്ചിങ് ഫോർ മീ. ഐ ഫെൽ സോ ഹാപ്പി. അത് ഞാനൊരു സൈനായിട്ടാണ് എടുത്തത്. പിന്നെ ഞാൻ ആ ഒരു ഹാപ്പിനെസ്സും കൊണ്ട് ഞാൻ അവിടുന്ന് തിരിച്ച് ലുലു മോളിൽ വന്നു. അവിടെ പോയി ഞാനൊരു മൂവി കണ്ടു. സോ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എ നൈസ് ഡേ. ആ ഒരു ഇവൻറ്റ് മെയ്ഡ് ഇറ്റ് ബെറ്റർ.